ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെടി മാറ്റി നടുന്ന വീഡിയോ ആയിട്ടാണ്. ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ്. ചിലപ്പോൾ ഇതിലൊക്കെ തെറ്റുകളുണ്ടാവും, എന്നാലും ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലപോലെ ചെടി വളരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ആണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ്. 2 ചട്ടി മണ്ണ്, 3 ചട്ടി ചകിരിച്ചോറ്. എപ്പോഴും ചകിരിച്ചോറാണ് കൂടുതൽ ഇടേണ്ടത്. ചകിരിച്ചോറ് കൂടുതലാകുമ്പോഴാണ് നല്ലപോലെ വേരിന് പോകാൻ പറ്റുക. അല്ലെങ്കിൽ മണ്ണ് മാത്രമാകുമ്പോൾ വേഗം കട്ട പിടിച്ചിട്ട് വേര് തീരെ അവിടെ ചെടിക്ക് വളരാൻ പറ്റില്ല. പിന്നെ 6 മാസം കൂടുമ്പോൾ നമ്മൾ ഇത് മാറ്റി മാറ്റി നട്ട് കൊടുക്കണം. അപ്പോഴാണ് നല്ലപോലെ ചെടി കടകളിലൊക്കെ ഉള്ളതുപോലെ നല്ല ഭംഗിയിൽ ഉണ്ടാവുള്ളൂ. ചെടി ഞങ്ങളിത് കുറേ പ്രാവശ്യം നട്ടിട്ടൊന്നും ക്ലിയർ ആവായിട്ട് ഞങ്ങൾ ചെടി വാങ്ങുന്ന പീടികയെന്ന് ചോദിച്ചപ്പോഴാണ് ഒരു പറഞ്ഞത് ഇതുപോലെ ചെയ്താൽ മതി. എല്ലുപൊടി നിർബന്ധമാണ്, എല്ലുപൊടി ഇടണം എന്നാലേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എല്ലുപൊടി മാത്രമല്ല, വളം മിക്സ് ചെയ്തിട്ടുള്ള എല്ലുപൊടിയാണ്. ഇത് ചെടി വാങ്ങുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിന് 65 റുപ്യാണ്. അതേമാതിരി ചകിരിച്ചോറ് ഞങ്ങൾ ലൂസാണ് വാങ്ങിയത്, വളം മിക്സ് ചെയ്തതല്ല, സാധാ ചകിരിച്ചോറ്. അതിന് ഒരു വലിയ ചാക്കിന് 150 റുപ്യ. ഇത് മൂന്നും കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. അതുപോലെ നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്ത് ഞങ്ങളിതാ നട്ട ചെടിയാണ്, കുറച്ച് മുന്നേ നട്ടതായിരുന്നു. കുറേ പ്ലാന്റ് വന്നതുകൊണ്ട് അത് മാറ്റി റീസെറ്റ് ചെയ്യാണ്. അതിനാണ് ഇപ്പം ഇതാക്കുന്നത്. അപ്പം ചട്ടിയൊക്കെ പഴയത് തന്നെയാണ്. ആ ചട്ടിയിലേക്ക് തന്നെയാണ് ഇതൊക്കെ മാറ്റി നടുന്നത്. അങ്ങനെ ഈ ഒരു ചെടി വാങ്ങിയതാണ്. ഇപ്പോൾ ഒരുപാട് പ്ലാന്റായി ഞങ്ങൾക്ക്. ഇതാ ഞാൻ മാറ്റി നടുന്നതിൻ്റെ കറക്റ്റുള്ള വീഡിയോ ഇതിൽ കാണിക്കുന്നുണ്ട്. കുറച്ച് മണ്ണ് ചകിരിച്ചോറുള്ള മിക്സ് ഇട്ട് പിന്നെ ചെടി വെച്ച് രണ്ടാമതാണ് ബാക്കി ഫില്ല് ചെയ്യുന്നത്. ഫുൾ ആദ്യം തന്നെ ചെടിൻ്റെ വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ നടുക്കായിട്ട് വേണം വെച്ചെടുക്കാൻ. കുറച്ച് മുകളിലേക്കും മണ്ണ് വേണം, കുറച്ച് താഴത്തേക്കും വേണം. ഇപ്പോൾ ഞങ്ങൾ ഒറ്റൊന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ 5 പ്ലാന്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. ഇതുപോലെ ചെയ്താൽ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ കുറേ ചെടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ ചെയ്ത് നോക്കൂ.